അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഹലീമ ബീവിയുടെ നിർബന്ധത്തിന് വഴങ്ങി ആമിന ബീവി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവരുടെ കൂടെ തന്നെ അയക്കുകയാണ്. ബനു സഅദ്കാരുടെ അടുക്കൽ തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 4-ാമത്തെ വയസ്സിലാണ് ആദ്യത്തെ ഷഖ്ഖു സ്വദർ സംഭവിക്കുന്നത്. ഷഖ്ഖു സ്വദർ എന്ന് പറഞ്ഞാൽ ഹൃദയം പിളർന്ന സംഭവം. അത് 2 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. 1-ാമത്തെ സംഭവം ബനു സഅദ്കാരുടെ അടുക്കൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിയുന്ന കാലത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അന്ന് 4 വയസ്സാണ് പ്രായം. 2 ആളുകൾ, വെള്ള വസ്ത്രം ധരിച്ച 2 ആളുകൾ, അവർ വന്നു. സ്വർണത്തിൻ്റെ പാത്രത്തിൽ സംസം വെള്ളമുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാമയാണ് ഒരാൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബോധം കെടുത്തി നബിയുടെ ഹൃദയം പുറത്തെടുത്തു. അതിൽ നിന്ന് ഒരു ഇറച്ചി കഷ്ണം ഒഴിവാക്കി. അവർ പറയുന്നുണ്ട്, ഹാദാ ഹദ്ദു ശൈത്താനി മിൻക്, ഇത് പൈശാചിക അംശമാണ്, നിങ്ങളുടെ ഹൃദയത്തിലുള്ള പൈശാചിക അംശമാണ്. ആ പൈശാചിക അംശത്തെയാണ് മലക്കുകൾ എടുത്ത് ഒഴിവാക്കുന്നത്. അങ്ങനെ സംസം വെള്ളം കൊണ്ട് ആ ഹൃദയം കഴുകി പിന്നെ പഴയ പോലെ തന്നെ തുന്നിക്കെട്ടി. ഈ കാഴ്ച കണ്ട് കുട്ടികൾ പേടിച്ചോടുകൻ. ഹലീമ ബീവിൻ്റെ അടുക്കൽ വന്നിട്ട് അവർ പറയുന്നുണ്ട്, ഇന്ന മുഹമ്മദൻ ഖദ് ഖുതില, ഉമ്മ മുഹമ്മദ് കൊല്ലപ്പെട്ടിരിക്കുന്നു. കാരണം അങ്ങനത്തെ ഒരു സംഭവമാണ് അവർ കാണുന്നത്. അങ്ങനെ ഹലീമ ബീവിയും കൂട്ടരും പേടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഓടി വരുന്നുണ്ട്. ആ സമയത്ത് നബിയുടെ നിറമൊക്കെ മാറിയിട്ടുണ്ട്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വഖദ് കുൻതു അറാ അസറ ദാലികൽ മിഖ്യതി ഫീ സദ്രിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെഞ്ചിൻ്റെ ഭാഗത്ത് ആ ഷഖ്ഖു സ്വദർ, ഹൃദയം പിളർന്ന സംഭവം നടന്നതിൻ്റെ അടയാളം ഞാൻ കണ്ടിരുന്നു ഞാൻ. അപ്പോൾ ഇതാണ് 1-ാമത്തെ ഷഖ്ഖു സ്വദർ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു നബിയായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണത്. 4-ാമത്തെ വയസ്സിലാണ് ഇത് സംഭവിക്കുന്നത്. ഹലീമ ബീവിയുടെ അരികിൽ ബനു സഅദ്കാരുടെ ഇടയിൽ വളരുന്ന സമയത്താണ് 1-ാമത്തെ ഷഖ്ഖു സ്വദർ സംഭവിക്കുന്നത്. 2-ാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്രാ മിഅ്റാജ് യാത്രാവേളയിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നബിയുടെ വീട്ടിലിരിക്കുന്ന സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാമ മേൽക്കൂര തുറന്നുകൊണ്ട് വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം പിളർന്നു. സംസം കൊണ്ട് കഴുകി അതിൽ വിജ്ഞാനവും ഈമാനും നിറച്ചു. ആ നെഞ്ച് മൂടിക്കെട്ടി. ഇത് ഇമാം മുസ്ലിം റഹിമഹുല്ലയും ഇമാം ബുഖാരി റഹിമഹുല്ലാഹു തആലയും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാൻ. അപ്പോൾ ഈ ഷഖ്ഖു സ്വദറൊക്കെ നുബുവത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കമാണ്, വഹീന് വേണ്ടിയിട്ടുള്ള ഒരുക്കമാണ്. പിശാചിൻ്റെ വിഹിതമില്ലാത്ത വിധം പൈശാചികാംശം എടുത്തു മാറ്റി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു സംരക്ഷിക്കുകയാണ്. ഈ സംഭവം നടന്നതോടുകൂടി ഹലീമ ബീവിയും കുടുംബവും ആകെ പേടിച്ച് ബേജാറായി. ആമിന ബീവിയിൽ നിന്ന് വാശി പിടിച്ചിട്ടാണ് അവർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തങ്ങളുടെ കൂടെ കൂട്ടിക്കൊണ്ടു വന്നിട്ടുള്ളത്. എന്നാൽ ഈ സംഭവം നടന്നതോടുകൂടി പിന്നെ എന്ത് ചെയ്യണമെന്ന് അവർക്കറിയില്ല. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും കൊണ്ട് മക്കയിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. ആമിന ബീവിയുടെ അടുക്കലേക്ക് എത്തുകയാണ്. പിന്നീട് നടക്കുന്ന സംഭവ വികാസങ്ങൾ നമുക്കടുത്ത സംസാരത്തിൽ വിശദീകരിക്കാം. അള്ളാഹു സഹായിക്കട്ടെ, അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.